ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും PR എന്നൊരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളും പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ PR എന്നൊരു പേര് ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ, അതായത് അത് ആരോപണങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ ഒരാൾക്ക് നേരെ ടാർഗറ്റ് ചെയ്ത് വന്നപ്പോൾ മുതൽ എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. അത് ഇന്നൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ സീസൺ 4 മുതൽ PR എന്നൊരു പേര് ഇങ്ങനെ അഭ്യൂഹം പോലെ നമ്മളിലൊക്കെ എത്താറുണ്ടല്ലേ, ബിഗ് ബോസ് തുടങ്ങുന്ന സമയം മുതൽ. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും വിശ്വസിച്ചില്ല, നമ്മളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർ ആരെങ്കിലും PR ഉണ്ട്, അല്ലെങ്കിൽ ആരാണ് ഈ PR, ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. PR ആരാണ്, ഇത് ഇന്ന ആളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ക്ലാരിറ്റിയോട് കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് സീസൺ 7ലാണ് അല്ലെ. സത്യം പറയാലോ, സീസൺ 6 വരെ, സീസൺ 4 മുതൽ, അതായത് ഡോക്ടർ റോബിൻ ബിഗ് ബോസിനുള്ളിൽ കടന്ന സമയം മുതൽ PR ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും സീസൺ 6ന്റെ അവസാനം പോലും ഞാൻ വിശ്വസിച്ചിരുന്നേ ഇല്ല കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ ചെയ്ത വീഡിയോകൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, PR ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു വിജയം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാനിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ PR ഉണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് കണ്ണിൽ കണ്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ അന്ന് മുതലുള്ള എന്റെ സംശയമാണ്, എന്തിനാണ് ഇത്ര നാളും പ്രത്യക്ഷപ്പെടാതിരുന്ന, അതായത് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലോ സമൂഹത്തിന് മുന്നിലോ പ്രത്യക്ഷപ്പെടാതിരുന്ന ഈ PR വർക്ക് ചെയ്യുന്ന ഈ ഒരു വ്യക്തി എന്തിനാണ് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? ഞാനാണ് അനുമോളുടെ PR ചെയ്യുന്നത് എന്നുള്ള പേരിൽ ഈ വ്യക്തി എന്തിന് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡോക്ടർ റോബിൻ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു അശരീരി പോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, PR ഉണ്ട്. PR ഉണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല, ആരൊക്കെയോ പറയുന്നുണ്ട്. ഇതിനൊരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ള തെളിവുകളോ ഒന്നും ഇല്ലായിരുന്നു. അതിങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു, അത് വിട്ടുകളയുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനാണ് PR, ഞാൻ ഇങ്ങനെ PR വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്തിന് സമൂഹത്തിന്റെ മുന്നിൽ വന്നു? കുറച്ച് വ്യക്തമായി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നനഞ്ഞിടം കുഴിക്കുക, ഇതിന്റെ കൂടെ എനിക്കൊന്ന് ഫേമസ് ആകാൻ പറ്റും, എന്നെ ഇനി ആരെങ്കിലും മുഖം കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതി ആയിരിക്കുമോ? എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അനു ഫാൻസ് മുഴുവൻ എനിക്ക് നേരെ തിരിയും. ഞാൻ ഇപ്പോഴും അനുമോളുടെ ഒരു ഫാനാണ്. ഞാൻ ഒരു PR കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞു, കൃത്യമായി ആ ഒരു ഗെയിം കണ്ട് മനസ്സിലാക്കി, അത് ഒരുപാട് ആളുകൾ ഈ കുട്ടിയെ കോർണർ ചെയ്യുന്നുണ്ട്, ഈ കുട്ടി ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഈ PR പുറത്ത് വന്നില്ലായിരുന്നു എങ്കിൽ ഇത്രത്തോളം വിവാദങ്ങൾക്കോ ഇത്രത്തോളം നെഗുണ്ടല്ലോ ഈ കുട്ടിക്ക് നേരെ, ഇപ്പോഴും നെഗറ്റീവ്സ് ആണ്. അതായത് അത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത അംഗീകാരം ആരും ഒന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ താഴെ അനുമോളുടെ ഫാൻസ് ഒക്കെ എതിർത്ത് വന്ന്, നിങ്ങൾ എന്തിനാണ് PR കുറ്റം പറയുന്നത്? നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ, അനുമോളെയാണ് ഞാൻ ചേർത്ത് നിർത്തുന്നത്. അനുമോൾക്ക് ഇത്രയേറെ നെഗറ്റീവ് വരാൻ കാരണം ഈ ഒരൊറ്റ PR കാരണമാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ വളരെ സത്യസന്ധമായി PR വർക്ക്, അതായത് ബിഗ് ബോസിന് വേണ്ടി PR വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര നാളും നമ്മൾ കേട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അന്യഭാഷകളിലാണെങ്കിൽ പോലും അവരാരും പുറത്തു വരാറില്ല, ഞങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്കും കിട്ടും അറ്റാക്ക്, ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാൻഡിഡേറ്റിനും അല്ലെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റൻസിനും കിട്ടും സൈബർ ബുള്ളിങ് അറ്റാക്കുകൾ കിട്ടും അല്ലെ. അതൊക്കെ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്ന ഒരു സീസൺ ആണ് അല്ലെ. ഇപ്പൊ PR ഉണ്ട്, അതുകൊണ്ട് സീസൺ 7 ബിഗ് ബോസ് തന്നെ അത് പുറത്താക്കി എന്നൊക്കെ പറയുകയാണെങ്കിലും ഈ PR വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? അടുത്ത ബിഗ് ബോസ് സീസൺ 8 അതിന്റെ സംഘാടകർക്കോ അതിന്റെ ക്രൂ മെമ്പേഴ്സിനോ പറ്റുമോ PR സപ്പോർട്ട് ഇല്ലാത്ത ഒരു കോണ്ടസ്റ്റന്റിനെ അകത്തേക്ക് കയറ്റാൻ, പ്രവേശിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ആ ട്രോഫി വാങ്ങിക്കുന്ന ആൾക്ക് നേരെ ഭയങ്കര നെഗറ്റിവിറ്റിയും ഭയങ്കര സൈബർ ബുള്ളിങ് അറ്റാക്കുകളാണ്. അതിനൊക്കെ അപ്പുറത്ത് കഷ്ടപ്പെട്ട് നേടി അവരുടെ വിജയമായ ട്രോഫി ലോകം അംഗീകരിക്കുന്നില്ല. അവർക്ക് തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായല്ലോ എന്നൊരു തോന്നൽ വരും. ഇത് ഞാൻ എത്ര അഭിമാനത്തോടെ എടുത്തുയർത്തി സമൂഹത്തിൽ മുന്നിൽ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എനിക്കിത് പറ്റുന്നില്ലല്ലോ. എല്ലാ കോൺഫിഡൻസോടുകൂടി, മുഴുവൻ കോൺഫിഡൻസോടു കൂടിയും എനിക്ക് ഈ ഒരു അംഗീകാരത്തെ എനിക്ക് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വരെ ഉണ്ടാകാൻ ഇടയുള്ള അത്രയും ബുള്ളിങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി കഷ്ടപ്പെട്ട് 100 ദിവസം സർവൈവ് ചെയ്ത്, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. പരിചയമില്ലാത്ത അല്ലെങ്കിൽ പരിചയം ഉണ്ടായിരുന്നവർ പോലും ശത്രുഗണത്തിൽ നിന്ന് വിരൽ ചൂണ്ടി അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് 100 ദിവസം ആ കുട്ടി എത്തി അല്ലെ. അപ്പോ നമ്മളല്ല, ആ കുട്ടി സർവൈവ് ചെയ്തെത്തി, അത് ആ ഒരു വിജയത്തിന്റെ പോയിന്റിൽ എത്തി, അവൾക്ക് ആ ഒരു അംഗീകാരം കൊടുത്തു കഴിയുമ്പോൾ ഇത് നിന്റെ
വിജയം കൊണ്ടല്ല, നിന്റെ കഷ്ടപ്പാട് കൊണ്ടല്ല, PR നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ്, PR ആണ് ഞങ്ങളെയൊക്കെ പുറത്താക്കിയത്. ഇപ്പോഴും അയ്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് RJ ബിൻസിയും മറ്റ് ആളുകളും. എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ പോലും ഈ ആദ്യം തന്നെ എവിക്റ്റ് ആയി പോയ ടീമുകളുടെ ഫാമിലിയൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു. അതായത് അവർക്ക് കുറച്ചുകൂടെ നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അയ്യോ, ഇത് കഴിവൊന്നുമല്ല, കുറച്ച് ബുദ്ധിയും കൂടെ വേണം, കുറച്ച് ഹ്യൂമാനിറ്റി ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഈ PR അതായത് തോറ്റു തുന്നമ്പാടി പുറത്തു പോയവർ പോലും PR തലയിൽ കൊണ്ട് ഈ ആ ഒരു റെസ്പോൺസിബിലിറ്റി വെക്കാൻ ബാധ്യസ്ഥരാകുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് കുറച്ചുപേര് സമൂഹത്തിൽ കുറച്ചുപേരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ട്. ഇതിനപ്പുറം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ശൈത്യ പുറത്തായി, എല്ലാരും കട്ടപ്പ എന്നുള്ള പേരിട്ടു. അതിനുശേഷം ശൈത്യം എന്ന് പറയുന്നു PR, എന്റെ PR ആണ് നിന്റെ PR. അതൊരു ആരോപണമായിട്ട് അങ്ങ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് അന്തരീക്ഷത്തിൽ പറന്നു നടന്ന അത് തന്നെ അങ്ങ് തീർന്നേനുമായിരുന്നു അല്ലെ. പക്ഷെ അങ്ങനെ ഒരു ആരോപണം ആ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ PR സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വരുന്നു. ഒരുപാട് മീഡിയ ഇദ്ദേഹത്തെ വളയുന്നു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞാനാണ് അനുമോൾക്ക് PR. ആ ഒരൊറ്റ പ്രസ്താവനയിലും നിങ്ങളുടെ വ്യക്തിത്വം സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിച്ചത് കാരണവും മാത്രമാണ് അനുമോൾ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അംഗീകാരത്തെ ലോകം, അതായത് ഒരു പകുതിയിലേറെ ആളുകളെങ്കിലും അതിനെ ഇങ്ങനെ റിജക്ട് ചെയ്ത്, അത് നീ കഷ്ടപ്പെട്ടതല്ല, PR ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അനുമോൾ സപ്പോർട്ടേഴ്സ് ഒരുപാടാണെങ്കിലും ബാക്കി ഒരു 25% ആളുകൾ വന്ന് ഇങ്ങനെ സമരം ചെയ്യുന്ന പോലെ പറയുകയാണ്, PR കൊണ്ടല്ലേ, നീ അനുമോളുടെ PR അല്ലേ, അവൾ കഷ്ടപ്പെട്ടതല്ല, ജെനുവിൻ പ്ലെയേഴ്സ് വേറെ ആയിരുന്നു, PR കൊണ്ടാണ് അവൾക്ക് അംഗീകാരം ലഭിച്ചത്. ഈ ഒരൊറ്റ പേരിനും ഇത്രയധികം നെഗറ്റിവിറ്റി ഉണ്ടാകാനുള്ളതിനും പിന്നിൽ ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ ഈ PR വർക്ക് ചെയ്ത വിനു തന്നെയാണ്. സത്യം പറഞ്ഞാൽ മീഡിയയ്ക്ക് മുന്നിൽ വരണ്ടായിരുന്നു ഇദ്ദേഹം. ഇതിനു മുന്നേ ഉള്ള വിജയികളായിട്ടുള്ള മത്സരാർത്ഥികൾക്കൊക്കെ PR വർക്ക് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ് അന്ന് ഒരുപാട് ആരോപണങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിന് 18 ലക്ഷം കൊടുത്തിട്ടാണ് അദ്ദേഹം കയറിയതെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അന്ന് പുറത്തു വന്നില്ല? ഇങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം സർവൈവ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ആ ഒരു മൊമെന്റിൽ അതൊരു ആരോപണമായിട്ട് കളഞ്ഞാൽ മാത്രം മതിയായിരുന്നില്ല. അപ്പൊ അടുത്ത തവണ പുള്ളിയുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ പുള്ളിയുടെ റെമുനറേഷൻ ഒക്കെ പുള്ളിക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഒരു പ്രാധാന്യം കിട്ടിയോ? ഞാനാണ് PR എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഗന്ധർവനെ കണക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഗുണം കിട്ടിയോ? ആ കൊച്ചിന് ഈ ഒരു നെഗറ്റിവിറ്റി എത്ര നാൾ ചുമക്കണം? സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ഇത്ര ദിവസമായിട്ടും PR കൊണ്ടാണ് അനുമോൾ വിജയിച്ചത് എന്നുള്ള ഈ അർത്ഥമില്ലാത്ത പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ, ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ടാണ് കേട്ടോ. നമ്മൾ പണ്ട് സീസണുകളിലൊക്കെ നമ്മളിങ്ങനെ അഖിൽമാരാന്റെ സീസണിലൊക്കെ ആയിട്ടുണ്ട് PR ഉണ്ട് എന്ന്. പക്ഷെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ സീസണിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വന്നു. അപ്പൊ അന്നത്തെ പോലെ ഇതൊരു കിംവദന്തി ആയിട്ടോ ഇതൊരു അശരീരി ആയിട്ടോ അങ്ങ് അന്തരീക്ഷത്തിൽ മറഞ്ഞു പോയേനുമായിരുന്നു. മനസ്സിലായില്ലേ? ഒരു ആത്മാർത്ഥതയോടെ വളരെ സത്യസന്ധമായി ഗെയിം കളിച്ച ഒരു പെൺകുട്ടിക്ക് ഇന്നും സമൂഹത്തിൽ 50% ആളുകൾ ഇങ്ങനെ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കഴിവ് കൊണ്ടല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ദുരിതവും വേദനയും മറ്റൊന്നുമില്ല. ഈ ഒരു സ്ഥിതിയിലാക്കി വെച്ചത് ഈ PR, അതായത് സൊസൈറ്റിക്ക് മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അതിൽ നിന്ന് എന്ത് ഗുണം? ഒരു ഗുണവും കിട്ടില്ല. മത്സരാർത്ഥി അല്ലെങ്കിൽ വിജയി ഒരുപാട് വേദനിക്കുന്നു, നെഗറ്റീവ് അടിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്താ ഗുണം? പുള്ളിക്കാരന്റെ റെമുനറേഷൻ വേജ് അല്ലെങ്കിൽ കൂടാനുള്ള ചാൻസ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.